കൊള്ളക്കാർ, കൊലപ്പുള്ളികൾ, ഭീകരന്മാർ ഇവരോടുള്ളതുപോലെ ആയിരിക്കില്ല നിന്നെപ്പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം. ബിഗ് ബ്രേക്കിംഗ് നൗ. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പിടിയിലായിരിക്കുകയാണ്. ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ കാർ കൂടിയാണ് ഈ കാണുന്നത്. പോലീസ് ജീപ്പിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗേറ്റ്, 2 ഗേറ്റ് ഉണ്ട് ഈ എയർ ക്യാമ്പിന്. 2ാമത്തെ ഗേറ്റിലൂടെ അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. രാവിലെ ബോബി ചെമ്മണ്ണൂരിന്റെ മേപ്പാടിയിലുള്ള 1000 ഏക്കർ എസ്റ്റേറ്റിലെ റിസോർട്ടിന് പുറത്തു നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കൊച്ചി പോലീസ് സംഘം എത്തിയായിരുന്നു നടപടികളൊക്കെ. കുറെ നാളായി മനുഷ്യന്റെ സ്വൈര്യം കിടത്താൻ തുടങ്ങിയിട്ട്. പോരാ പോട്ടോന്ന് വിചാരിക്കും തോറും അഹമ്മദ് കൂടി വരിക. ഇതിനു മുമ്പിൽ ഒരു ചാനലിന്, മലയാളത്തിലെ ഒരു ചാനലിന്റെ വണ്ടിക്കും ഈ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ കയറാൻ സാധിച്ചിട്ടില്ല. വളരെ സാഹസികമായി നമ്മുടെ ഡ്രൈവർ സുദീപ് വളരെ ശ്രദ്ധയോടെ, കാര്യക്ഷമതയോടെ വാഹനത്തിന് തൊട്ടു പിന്നിൽ നമ്മുടെ വണ്ടിയുമുണ്ട്. ബോബി ചെമ്മണ്ണൂർ കേസായല്ലോ. സ്ത്രീത്വത്തെ അപമാനിച്ചടക്കമാണ് കേസ്. IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ? കേട്ടിരുന്നു. എന്തൊരു പുലിവാലാണ് ഈശ്വര ഇത്. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോ കുന്തി ദേവി എന്ന് പറയുകയുണ്ടായി. അത് 2 ഉദ്ഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ. ചെറ്റത്രം പറയാടോ. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ? അങ്ങ് കണ്ടിരുന്നോ ഈ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? ഉണ്ട്. ഒരു ഹിന്ദി സീരിയലുണ്ട്. അവരുടെ നടിയുടെ പേരറിയുമോ താങ്കൾക്ക്? പേരിപ്പോ ഓർമ്മയില്ല ഞാൻ. അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി. പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളായിരുന്നു. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. ഇതിപ്പോ അവരെ വിളിച്ചത് മാർക്കറ്റിംഗ്, സെയിൽസ്, അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, പ്രൊമോട്ട് ചെയ്യാനല്ലേ വിളിക്കുന്നത്. എന്റെ മഞ്ചാടി 3 ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് 6 ലക്ഷമാക്കിയതിൽ കോട്ടപ്പുറത്തിന്റെ പങ്ക് ചില്ലറയൊന്നും അല്ല.